ഒരിക്കൽ ഒരു രാജാവും മന്ത്രിയും വേഷപ്രച്ഛന്നരായി തങ്ങളുടെ രാജ്യം സന്ദർശിക്കാൻ ഇറങ്ങി. വഴികളും ഊടുവഴികളും താണ്ടിക്കടന്ന് അവർ പ്രജകളുടെ യഥാർത്ഥ സ്ഥിതിഗതികൾ എന്തെന്ന് മനസ്സിലാക്കി. രാജകൊട്ടാരത്തിൽ നിന്ന് ബഹുദൂരം പിന്നിട്ട അവർ വഴിമധ്യേ ഒരു കൊടുങ്കാട്ടിനകത്ത് അകപ്പെട്ടു. കൊടുങ്കാട്, അർദ്ധരാത്രി. രാജാവും മന്ത്രിയും ഭയന്നുപോയി. വഴി മറന്നുപോയി അവർ ഏറെ നേരം എല്ലായിടവും പരതി. പക്ഷെ ഒരു വെട്ടം പോലും അവർക്കവിടെ കാണാൻ കഴിഞ്ഞില്ല. കയ്യിലുള്ള ദീപത്തിന്റെ വെളിച്ചവും അണയാൻ തുടങ്ങിയിരിക്കുന്നു. നിരാശരായ അവർ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുമ്പോഴാണ് അങ്ങ് ദൂരെ ഒരു കുഞ്ഞു തിരിനാളം എരിയുന്നത് കണ്ടത്. ആ ചെറിയ കാഴ്ച പോലും അവർക്കേറെ ആത്മവിശ്വാസം നൽകുന്നതായിരുന്നു. അവർ തിരിനാളത്തെ ലക്ഷ്യമാക്കി അങ്ങോട്ടേക്ക് നടന്നു. അവിടെ എത്തിയപ്പോൾ വൃദ്ധയായ ഒരു സ്ത്രീ കാട്ടിൽ നിന്ന് വിറക് ശേഖരിക്കുന്നത് കണ്ടു. രാജാവ് സത്യത്തിൽ പരിഭ്രമിച്ചു പോയി. അതും ഈ കൊടുങ്കാട്ടിൽ, അർദ്ധരാത്രിയിൽ ഒരു വൃദ്ധയായ സ്ത്രീ വിറക് ശേഖരിക്കുന്നു. രാജാവ് മന്ത്രിയോട് പറഞ്ഞു, ഇവിടെയും നമ്മൾ ആരാണെന്ന് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. മന്ത്രി തലയാട്ടി. അങ്ങനെ അവർ ആ വൃദ്ധയായ സ്ത്രീയുടെ അടുത്തെത്തി. അപരിചിതരായ രണ്ടുപേർ തന്റെ അരികിൽ നിൽക്കുന്നത് കണ്ട് ആ സ്ത്രീ അവരെ തല ഉയർത്തി നോക്കി. എന്നിട്ട് ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ രാജാവ് ഭവ്യതയോടെ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ 2 വഴിയാത്രക്കാരാണ്. ഞങ്ങൾക്ക് വഴി തെറ്റി. ദയവ് ചെയ്ത് വഴി പറഞ്ഞു തരണം. ഇത് കേട്ട വൃദ്ധയുടെ മട്ടും ഭാവവും മാറി. അവർ വളരെ ഗൗരവത്തിൽ മറുപടി പറഞ്ഞു, എന്ത്, നിങ്ങൾ വഴിയാത്രക്കാരാണെന്നോ? ഈ ലോകത്ത് 2 വഴിയാത്രക്കാരേ ഉള്ളൂ. അവർ ഒന്ന് സൂര്യനും മറ്റേയാൾ ചന്ദ്രനുമാണ്. അവർക്ക് സ്വന്തം വഴി അറിയാം. ദിവസവും അവർ അവരുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്നു. പക്ഷേ മനുഷ്യർക്ക് വഴികളില്ല. അവർ യാതൊരു ലക്ഷ്യവുമില്ലാതെ സഞ്ചരിക്കുന്നു. പറയൂ, നിങ്ങളിൽ ആരാണ് സൂര്യൻ, ആരാണ് ചന്ദ്രൻ? അക്ഷരാർത്ഥത്തിൽ ആ മറുപടി രാജാവിനെയും മന്ത്രിയെയും ഞെട്ടിച്ചു കളഞ്ഞു. അവർ നഷ്ടപ്പെട്ട ആത്മവിശ്വാസത്തെ തിരിച്ചെടുത്ത് ഭവ്യതയോടെ വീണ്ടും കൈകൂപ്പി പറയാൻ ആരംഭിച്ചു. വൃദ്ധ വീണ്ടും ചോദിച്ചു, പറയൂ, നിങ്ങൾ ആരാണ്? അപ്പോൾ രാജാവും മന്ത്രിയും പരിഭ്രമിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ 2 അതിഥികളാണ്. വഴി അറിയാതെ ഈ കാട്ടിൽ അകപ്പെട്ടു പോയി. ദയവ് ചെയ്ത് വഴി പറഞ്ഞു തരൂ. വൃദ്ധ വീണ്ടും ഗൗരവത്തിൽ അവരുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഈ ലോകത്ത് 2 അതിഥികൾ മാത്രമേയുള്ളൂ. ഒന്ന് യൗവനവും മറ്റൊന്ന് സമ്പത്തുമാണ്. രണ്ടും വന്ന പോലെ തിരിച്ചു പോവും. പക്ഷേ അവർ മനുഷ്യരിലേക്ക് എത്തുമ്പോൾ അവർ നിലവിട്ട് പെരുമാറുകയും ലക്ഷ്യങ്ങളിൽ നിന്ന് വഴുതി മാറി ദൗർബല്യങ്ങളിൽ മുങ്ങിത്താഴുകയും ചെയ്യും. പറയൂ, നിങ്ങളിൽ ആരാണ് യൗവനം, ആരാണ് സമ്പത്ത്? രാജാവും മന്ത്രിയും ഇളിമ്പ്യരായി തലകുനിച്ചു നിന്നു. അവർക്ക് പെട്ടെന്ന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. വൃദ്ധ വീണ്ടും ചോദിച്ചു, പറയൂ, നിങ്ങൾ ആരാണ്? അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഉടനെ രാജാവ് പറഞ്ഞു, ഒരിടത്തു നിന്നുമല്ല. അപ്പോൾ വൃദ്ധ, ഒരിടത്തു നിന്നുമല്ലെന്നോ? കാറ്റു മാത്രമാണ് ഒരിടത്തു നിന്നുമല്ലാതെ വരുന്നത്. പക്ഷെ അതിനുപോലും അറിയാം എവിടെയാണ് അലയടിക്കേണ്ടതെന്ന്. മനുഷ്യന് അതുപോലും അറിയില്ല. അവർ നിന്നിടത്ത് തന്നെ നിൽക്കുകയും മറ്റു സാധ്യതകൾ അന്വേഷിക്കാതെയും ഇരിക്കുന്നു. സത്യസന്ധമായി പറയൂ, എവിടേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത്? മാറി മാറിയുള്ള വൃദ്ധയുടെ ചോദ്യങ്ങൾ അവരെ കുഴപ്പിക്കുകയും ആ വൃദ്ധയായ സ്ത്രീയുടെ ബുദ്ധിശക്തിയിൽ അവർ അത്ഭുതപ്പെട്ടു പോവുകയും ചെയ്തു. മനസ്സിൽ അവരെ പ്രണമിച്ചുകൊണ്ട് രാജാവ് പറഞ്ഞു, എങ്ങോട്ടേക്കെന്നില്ല. വൃദ്ധയ്ക്ക് ദേഷ്യം വന്നു. എന്ത്, എങ്ങോട്ടേക്കെന്നില്ലെന്നോ? എന്ത് അസംബന്ധമാണ് നിങ്ങൾ പറയുന്നത്? യഥാർത്ഥത്തിൽ മരണമാണ് ദിശയില്ലാതെ സഞ്ചരിക്കുന്നത്. മനുഷ്യൻ ജീവിതത്തിൽ ദിശയില്ലാതെ സഞ്ചരിക്കുമ്പോൾ മരണം ദിശയില്ലാതെ അവരെ സ്വീകരിക്കുന്നു. എന്തൊരു വൈപരീത്യം! അവർ തലയിൽ കൈവച്ചു. ഇനി എന്തു മറുപടി പറയേണ്ടത് എന്നറിയാതെ രാജാവും മന്ത്രിയും കുഴങ്ങി. അവർ പരസ്പരം നോക്കി. എന്നിട്ട് രാജാവ് മറച്ചുവെച്ച സത്യം തുറന്നു പറയാൻ തുടങ്ങി. ഭവതി, ഞങ്ങളോട് ക്ഷമിക്കണേ. ഞാൻ ഈ രാജ്യത്തെ രാജാവും ഇദ്ദേഹം മന്ത്രിയുമാണ്. ഞങ്ങൾ പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാൻ വേഷപ്രച്ഛന്നരായി ഇറങ്ങിയതാണ്. പക്ഷെ രാത്രി ഈ കൊടുങ്കാട്ടിലെത്തിയപ്പോൾ വഴി തെറ്റിപ്പോയി. ദയവ് ചെയ്ത് ഞങ്ങൾക്ക് വഴി പറഞ്ഞു തരണേ. രാജാവിന് ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ ആ വൃദ്ധയുടെ മുഖം പ്രകാശമാനമായി. അവർ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ രാജാവിനോട് പറഞ്ഞു, രാജൻ സ്വന്തം രാജകീയ വേഷം പറിച്ചെറിഞ്ഞ് ജനങ്ങളിലേക്ക് ഇറങ്ങിയവനാണ് യഥാർത്ഥ രാജാവ്.
അങ്ങെന്നും നീണാൾ വാഴട്ടെ. ജനങ്ങളുടെ ഹൃദയത്തിൽ അങ്ങേക്കെന്നും സ്ഥാനമുണ്ടാവട്ടെ. അവർ അവരെ വണങ്ങുകയും യഥാർത്ഥ വഴി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അത് യഥാർത്ഥത്തിൽ കൊട്ടാരത്തിലേക്ക് മാത്രമുള്ള വഴിയായിരുന്നില്ല, മറിച്ച് ജീവിതമെന്ന മഹാസത്യത്തിലേക്കുള്ള വഴിയായിരുന്നു.